ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. അപ്പോൾ നവംബർ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നവംബർ മന്ത് എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ് ഇന്നത്തെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നവംബർ മന്ത് നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്. ഫസ്റ്റ് പരിവർത്തനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോവുകയാണ്. കൂടാതെ നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് ആലോചിച്ച് ഒരു ഡൗട്ടും ഉണ്ടാവത്തില്ല. ഒരു ക്ലിയർ ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും, ഒരു ക്ലാരിറ്റി ലഭിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവത്തില്ല. നവംബർ മന്ത് ഏത് ഡയറക്ഷൻ പോകണം, ഇനി എൻ്റെ ലൈഫിൽ മുന്നോട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, എല്ലാത്തിനെയും കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും, ക്ലിയർ ഡയറക്ഷനും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷനും നിങ്ങളുടെ ആ ഒരു മനോബലത്തെ തകർത്ത് കളയുന്നു. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും, സാഹസികരായി മാറി ഫൈറ്റ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് കൊണ്ടുവരും നമ്മൾ. അതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സാഹസികരായി നിന്നുകൊണ്ട് ചേഞ്ച് കൊണ്ടുവരാൻ പോവുകയാണ് അടുത്ത മാസം. ഇവിടെ നിങ്ങളുടെ എല്ലാ പ്രകാരത്തിലുമുള്ള പേടിയും ഒരു ഭയവും എന്തായിക്കൊള്ളട്ടെ അതെല്ലാം തന്നെ ഇല്ലാതാവും. നിങ്ങൾക്ക് തന്നെ സ്വയം ഫീലാകും, എൻ്റെ ആ ഒരു പേടിയൊക്കെ എവിടെ പോയി, എനിക്കിപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കും. അതായത് നിങ്ങൾ ഒട്ടും തന്നെ ഒരു തകർന്ന ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയോ ഒന്നും തന്നെയല്ല, ഒരു ശക്തി ഇല്ലാത്ത വ്യക്തിയോ അങ്ങനെ ഒന്നും തന്നെ അല്ല. നിങ്ങൾ വളരെ സാഹസികരാണ്, നിങ്ങൾ വളരെ പവർഫുള്ളാണ്, നിങ്ങൾ വളരെ ശക്തിയുള്ള ആളാണ്. നിങ്ങൾക്ക് എന്ത് സാഹചര്യം നേരിടാൻ സാധിക്കും. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് ഒരു ബാലൻസ് കിട്ടും. എൻ്റെ ഒരു സാഹചര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് ബാലൻസ് കിട്ടുക എനിക്ക്, അങ്ങനെ ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായി വരും. അങ്ങനെ നിങ്ങൾ ഓരോ സിറ്റുവേഷനെയും ബാലൻസ് ആക്കും. ഞാൻ പറഞ്ഞ അടുത്ത മാസം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചേഞ്ചസ് ഉണ്ടായി തുടങ്ങും നിങ്ങൾക്ക്. മുമ്പ് നിങ്ങൾ എല്ലാ സാഹചര്യത്തിന് വിട്ടുകൊടുത്തു നിങ്ങളെ. പക്ഷേ ഇനി നിങ്ങൾ സാഹചര്യത്തിന് എങ്ങനെ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറ്റാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുറവ് മറ്റുള്ളവർ അറിയാൻ പാടില്ല. അങ്ങനെ അറിയുകയാണെങ്കിൽ അവർ നിങ്ങളെ വെച്ച് മിസ്യൂസ് ചെയ്യത്തില്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇമോഷണലാകുന്ന സ്വഭാവം, ആരെയും വിശ്വസിക്കുന്ന സ്വഭാവം, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അവർ അത് വെച്ച് മിസ്യൂസ് ചെയ്യത്തില്ലേ നിങ്ങൾ. അതേപോലെ നിങ്ങളുടെ കുറവ് ആരും അറിയാൻ പാടില്ല. ആ രീതിയിലായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്നത്. ഇവിടെ ഇനി വരാൻ പോകുന്ന സമയം മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് ഇനി മാറുന്നതായിട്ട്, എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ പുറത്തു പോയപ്പോൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇതിനു മുമ്പേ അറിയത്തില്ല. അപ്പോൾ അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ആ ഒരു വ്യക്തിയെ വിശ്വസിക്കാമോ ഇല്ലയോ എന്ന്. ആ രീതിയിൽ ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അങ്ങനെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിച്ചു. മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ എത്ര അവരോട് സംസാരിച്ച ഒരു ക്ലാരിറ്റി ലഭിക്കത്തില്ല. നിങ്ങൾ ആരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു വ്യക്തി നല്ലതാണോ അതോ ചീത്തയോ എന്ന്. നവംബർ മന്ത് നിങ്ങളിപ്പോൾ ഒരു വണ്ടി ഓട്ടിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്, കുറച്ച് കഷ്ടപ്പെട്ടല്ലേ വണ്ടി ഓട്ടിക്കാൻ പഠിക്കുന്നത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്മൂത്തായിട്ട് ഓട്ടിച്ചു പോകും. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെ വണ്ടി നിർത്തണം, എവിടെ ഡയറക്ഷൻ മാറ്റണം, എവിടെ നിങ്ങൾ നല്ല സ്മൂത്തായിട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഒരു അറിവ് നിങ്ങൾക്ക് ഈ ഒരു നവംബർ മാസം ഉണ്ടാകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു മോശ സാഹചര്യം കണ്ട് നിങ്ങൾക്ക് പേടിയായിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി പൂർണ്ണമായിട്ടും മാറി നിങ്ങൾ വളരെയധികം സാഹസികരാകും നവംബർ മന്ത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആരെയാണോ വിശ്വസിക്കേണ്ടത്, ആരെയാണോ അവിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും. മുന്നേ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ മാറ്റം വരുമ്പോൾ നിങ്ങൾ അതിനെ തടഞ്ഞു വയ്ക്കും, ഇല്ല ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാകുന്ന ഓരോ പരിവർത്തനവും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടാവാൻ പോകുന്നത്, അപ്പോൾ ഓറഞ്ചും കറുപ്പും മിക്സഡ് ആയിട്ടുള്ള ചിത്രശലഭങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും. ഇവിടെ നവംബർ മന്തിൽ നിങ്ങൾ വിചാരിക്കുന്നത്, ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യുമായിരുന്നു, അങ്ങനെ ഒരു ഭാവം നിങ്ങളുടെ ഉള്ളിൽ നവംബർ മന്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുകയാണ്, ദൈവമേ എനിക്ക് ഒരു അവസരം തരൂ, ആ ഒരു അവസരം മതി എനിക്ക് വിജയിക്കാൻ, ആ ഒരു അവസരത്തിൽ പിടിച്ച് കയറി ഞാൻ സക്സസ്സിലെത്തും എന്നുള്ള രീതിയിൽ ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ശ്രദ്ധ വയ്ക്കുന്നത് അപ്പോഴാണ് ഈ ലോകം നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റും കൊണ്ട് തരും. കാരണം ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കഴിവ് എന്താണോ അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും സമൂഹത്തിൽ ഒരു റെസ്പെക്റ്റും എല്ലാം ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രൗണിൻ്റെ ആ ഒരു എനർജി കാണുന്നുണ്ടാകും. ചിലപ്പോൾ ഈ ഒരു റീഡിങ്ങിന് മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ഈ ഒരു റീഡിങ്ങിന് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് യാദൃശ്ചികമായിട്ട് ക്രൗൺ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ആരോ ക്രൗൺ ധരിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ ഈ ഒരു എനർജി കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇമേജ് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ക്രൗൺ ധരിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങളെ ആരോ ക്രൗൺ ധരിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതൊക്കെ ഒരു സൈനാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി നഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ നികത്താൻ പറ്റാത്തതും നികത്താൻ പറ്റുന്നതുമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട്. അതിലിനി നികത്താൻ പറ്റുന്ന ആ ഒരു നഷ്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകും. അതായത് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത് നല്ല രീതിയിലാവുകയും അതിലൊരു ഗതി ഉണ്ടാവുകയും ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇതുവരെയും നിങ്ങൾക്ക് ഒരു വിജയം പോലും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ തയ്യാറായിട്ടിരിക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം ലഭിക്കുന്നതാണ്. ഇവിടെ ഞാൻ പറയുന്ന പോലെയുള്ള ആ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയം അടുത്തെത്തിക്കഴിഞ്ഞു നിങ്ങളുടെ. ഇവിടെ കുറച്ച് ഒരു കഠിനാധ്വാനം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അതിൻ്റെ ആ ഒരു പരിണിത ഫലം വളരെ നല്ലതായിരിക്കും. നമ്മൾ എന്ത് കാര്യവും നമുക്ക് ചുമ്മാ പെട്ടെന്ന് കിട്ടത്തില്ല. കുറച്ചൊക്കെ കഠിനാധ്വാനം ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നവംബർ മന്ത് നിങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നവംബർ മന്ത് നിങ്ങളുടെ ചുറ്റിലും ബേർഡ്സ് കൂടുതലായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ വെളിയിൽ ഇരിക്കുകയായിരിക്കും, അപ്പോൾ പെട്ടെന്ന് ബേർഡ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഒരു ഫീല് ഉണ്ടാകും. കാരണം നല്ല സമയം വരുമ്പോഴാണ് ബേർഡ്സൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അവർക്കുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. ഇതുകൂടാതെ ഏകാന്തതയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നും. ആരോടും സംസാരിക്കാതെ ഏകാന്തമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണമെന്നൊക്കെ. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങൾക്ക് വേണ്ടിയാണ് സമയം കണ്ടെത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, അങ്ങനെയൊക്കെ നിങ്ങൾ സ്വയം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിലയിരുത്തും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടെങ്കിലോ നിങ്ങൾ യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്യുക. ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയങ്ങളിൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂണിവേഴ്സ് തരുന്നതാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പക്ഷികൾക്ക് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ആ ഒരു സ്ട്രെസ്സ് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളൊക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഞാനിത് പറയുന്നെന്നും പറഞ്ഞ് ഈ ഒരു ഇൻറ്റൻഷൻസോടെ നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കരുത്. സ്നേഹത്തിൽ ഒന്നും ചിന്തിക്കാതെ നല്ല ഒരു കാര്യം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുക. ഇവിടെ ഈ ഒരു സമയം പറയുകയാണ്, നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു, ഇനി നിങ്ങൾ വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരണം. അങ്ങനെ സമയം ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒരു ജോയ്, ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുകയാണ് ഈ ഒരു നവംബർ മന്ത്. നവംബർ മന്ത് തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നവംബർ മന്ത് എന്ന് പറയുമ്പോൾ 11 നമ്പറിൻ്റെ ആ ഒരു എനർജിയാണ്. 11 നമ്പർ എന്ന് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ്. നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജി എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ മേലെന്തോ ഒരു സുപ്രീം പവർ ഉണ്ട്, അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു സൂപ്പർ പവർ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കും. അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും, കംപ്ലീഷൻ ഉണ്ടാവും, സക്സസ് ഉണ്ടാകും. ചില സിറ്റുവേഷൻസ് നിങ്ങളെ ഡൗണിലേക്ക് കൊണ്ടുപോകും, ചില ആൾക്കാർ നിങ്ങളെ ഡൗണിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള ആൾക്കാരെയും അങ്ങനെയുള്ള സ്ഥിതികളെയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റും. ഇത് നവംബർ മന്ത് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പരിവർത്തനം ഉണ്ടാകും. നിങ്ങൾ സ്വയം ബിസിയായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കും നവംബർ മന്ത്. ഇത് പാസ്റ്റിൽ ആ ഒരു എനർജിയിൽ നിന്ന് പിടിച്ച് വലിച്ച് പുറത്തു കൊണ്ടുവന്ന് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ മാറുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലും വിക്റ്റമായിട്ട് ഒരു കളി കളിച്ചിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാ തെറ്റും നിങ്ങളുടെ തലയിൽ വെച്ച് ഒരാൾ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നവംബർ മന്ത്.
ഇവിടെ നിങ്ങൾ ഒത്തിരി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞത് വളരെ മോശമായിട്ടാണ്. അപ്പോൾ അതിൽ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആരാണോ ഈ ഒരു കളി കളിച്ചത് അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്ത് സ്ഥിതിയാണോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ഥിതിയിൽ നിങ്ങളുടെ മേലാണ് ഇവർ ആരോപണങ്ങൾ പറഞ്ഞത്. നിങ്ങളാണ് തെറ്റുകാര് എന്ന്. നിങ്ങളുടെ മേൽ ദോഷാരോപണങ്ങൾ പറഞ്ഞു. നിങ്ങൾ തെറ്റുകാരാണ്, നിങ്ങളാണ് ചെയ്തത് ഇതെല്ലാം എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു വിക്റ്റമാക്കി ഇവർ കളിച്ചു. പക്ഷേ ഇനി ഇവരുടെ ആ ഒരു കർമ്മഫലം അനുഭവിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ അവർക്ക് മനസ്സിലാകും. ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ നിന്ന് എന്തെങ്കിലും കാര്യം അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പൈസ എന്തെങ്കിലും കള്ളം പറഞ്ഞ് വാങ്ങിച്ചിട്ട് തിരിച്ച് തരാതെ ഇരിക്കുകയാണ് എങ്കിലോ, ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിലോ, അതായത് നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡിനെ വേറെ ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങളുടെ വൈഫിനെ വേറെ ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിലോ, അങ്ങനെ സ്വന്തം ആൾക്കാർ ഇപ്പോൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ന്യായം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ അധികാരം, പൈസ, അല്ല എങ്കിൽ ഒരു വ്യക്തി, ഈ 3 കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ന്യായമുണ്ടാകും. കാരണം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് ബ്ലോക്കേജായി. കാരണം അത്രമാത്രം വിഷമം നിങ്ങൾ സഹിച്ചു ഈ ഒരു ഇൻസിഡൻറ്റിലൂടെ. ഇവിടെ നിങ്ങൾ ഒട്ടും തന്നെ ഡിസർവ് ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. ആരോ നിങ്ങളെ അടിച്ചേൽപ്പിച്ചതുപോലെ. ഇവിടെ സമയം ഉറപ്പായിട്ടും അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർക്ക് കാണിച്ചു കൊടുക്കും. ഇവിടെ ആരാണോ നിങ്ങളെ വിക്റ്റമായിട്ട് കണ്ട് കളി കളിച്ചത്, അതായത് നിങ്ങളാണ് എല്ലാം തെറ്റും ചെയ്തത്, ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റൂല, ഇവർ ചെയ്തിട്ട് ഇവർ ആ ഒരു പഴി നിങ്ങളുടെ മേൽ വച്ചു. അപ്പോൾ ആരാണോ അങ്ങനെ ചെയ്തത് ഇനി ഈ തിരിച്ച് ഇവർക്ക് ആ ഒരു പഴി കേൾക്കേണ്ട അവസ്ഥ വരികയാണ്. ഇവരുടെ മേൽ ആരോ വിക്റ്റം കാർഡ് വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഒത്തിരി ഏകാന്തത, ഒറ്റപ്പെടൽ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നവംബർ മന്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ബിസി ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നവംബർ മന്ത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നല്ലതായിട്ട് ശ്രദ്ധിക്കും. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ ഉപായങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ ഹെൽത്ത് നല്ലതായിട്ട് പോകണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം. എക്സസൈസ്, യോഗ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട്. നവംബർ മന്ത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകും. നിങ്ങളുടെ മുഖത്തൊരു തിളക്കമുണ്ടാകും. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു നല്ലൊരു ചിരി ഉണ്ടാകും നവംബർ മന്ത്. അതായത് കുറേ നാളിന് ശേഷമാണ് ആ ഒരു ചിരി പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളുടെ ആ മുഖത്ത്. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ ലൈഫിൽ ഒരു നെഗറ്റിവിറ്റിയും ഇല്ല, അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇത്ര ഒരു തിളക്കവും എപ്പോഴും എനിക്ക് ചിരിക്കാൻ മനസ്സ് തോന്നിപ്പിക്കുന്നത് എന്ന്. ഇനി കണ്ണിൻ്റെ താഴെ നല്ല കറുപ്പുള്ളവരാണ് എങ്കിൽ ആ ഒരു കറുപ്പിൻ്റെ ആ ഒരു നിറം കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി എന്ത് സ്ഥിതി മോശമായാലും നിങ്ങൾ ഒരിക്കലും ഇമോഷണൽ ആവത്തില്ല. ഈ പുറത്ത് നിങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കാൻ പോയി, പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു സാധനം നിങ്ങൾക്ക് ലഭിച്ചു, അതിൻ്റെ എന്തോ ഒരു ലാഭം നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. പിന്നെ മറ്റുള്ളവർ നിങ്ങളോട് സ്നേഹത്തിലായിരിക്കും സംസാരിക്കുന്നത്, വളരെ നല്ല സ്നേഹത്തോടെ ആയിരിക്കും സംസാരിക്കുന്നത് നിങ്ങളോട്. സമയം നമ്മളുടെ ഫേവറായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇവിടെ നവംബറിൽ നിങ്ങൾ എന്തെങ്കിലും ഡീല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും, ബിസിനസ്സിലായാലും ജോബിലായാലും. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ലാഭത്തിൻ്റെതാണ്. അതായത് നിങ്ങൾക്ക് ലാഭം ഉറപ്പായിട്ട് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആരോഗ്യം നേരെയാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. കാരണം അതുവരെ ഒക്ടോബർ മന്ത് വരെ നിങ്ങൾക്ക് ആരോഗ്യത്തിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടവരാണ് നിങ്ങൾ. നവംബർ മന്ത് ആകുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം നേരെയാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരോട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയും, എൻ്റെ ആരോഗ്യം ഇപ്പോൾ നേരെയായി, എനിക്കിപ്പോൾ നല്ലതായിട്ട് ഫീലാകുന്നുണ്ട് എന്ന് നിങ്ങൾ പറയും. ആരുടെയോ കാലിൽ ഒരു കെട്ടുണ്ട്. ആ ഒരു കെട്ട് കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അവർ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കെട്ട് അവർ പിറകിലോട്ട് വലിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവരുടെ ആ ഒരു കാലുകൾ സ്വതന്ത്രമായിരിക്കുകയാണ്. അവർക്ക് എവിടെ വേണോ പോകാം ആ ഒരു കാല് വെച്ച്. അങ്ങനൊരു ഫീൽ അവർക്കുണ്ടാകും. അപ്പോൾ നെഗറ്റിവിറ്റിയാണ് നിങ്ങളെ പിറകിലോട്ട് വലിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി മുന്നോട്ട് പോകും.
ഇവിടെ നവംബർ മന്തിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ജന്മദിന ആശംസകൾ ഞാൻ നേരുന്നു. ഇവിടെ ഒട്ടും ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കും. കൂടാതെ സെലിബ്രേഷനും ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. ഏതോ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്. ആ വ്യക്തി നിങ്ങളെയും അവരെയും തമ്മിൽ എപ്പോഴും താരതമ്യം ചെയ്ത് നോക്കും. നിങ്ങൾ അവരെയും കാട്ടി വലുതാവാൻ പാടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ദേഷ്യം നിങ്ങളോട്. ഇവിടെ സെവൻ്റെ എനർജി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മളൊരു ആഗ്രഹം ആഗ്രഹിച്ച് ദൈവത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് വേണം അത് വേണം അത് വേണമെന്ന്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് ശ്രദ്ധ മാറി, അതായത് ഇനി എനിക്ക് വയ്യ പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ശ്രദ്ധ മാറുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു കാര്യം കിട്ടുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഊർജ്ജം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഊർജ്ജം. നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം ആൾക്കാരുടെ ആ ഒരു സ്നേഹം വേണം, അവരൊക്കെ നിങ്ങളിൽ നിന്ന് മാറി നിങ്ങൾ ഒറ്റപ്പെട്ടാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വേണം, അവർ നിങ്ങളെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ പണം ലഭിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് വേണമെങ്കിൽ ജോബ് ലഭിക്കണം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. ചില ആൾക്കാർക്ക് പേരും പ്രശസ്തിയും വേണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഊർജ്ജം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഊർജ്ജം വരുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസും ഉണ്ടാവുന്നത്. നമുക്ക് തന്നെ പല കാര്യങ്ങളും ആകർഷിക്കാൻ പറ്റും ആ ഒരു ഊർജ്ജം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ. ഇവിടെ നിങ്ങളുടെ ഉള്ളിലും അങ്ങനൊരു ഊർജ്ജം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാസ്റ്റിൽ നിങ്ങളോട് എന്ത് തെറ്റ് ആരാണോ ചെയ്തത് അവിടെ നിങ്ങൾക്ക് ന്യായം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് ആ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനുള്ള അവസരം കിട്ടും, ഇങ്ങനെ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിച്ചായിട്ട് നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ കർമ്മഫലം ലഭിച്ചു എന്ന്. ഇവിടെ നിങ്ങൾക്ക് ന്യായം ലഭിച്ചതായിട്ട് ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴാണോ ലഭിക്കുന്നത് ആ ഒരു ദിവസം നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വയ്ക്കണം. ഇവിടെ 7/7 ആ ഒരു എനർജി, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നടന്ന ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ മേൽ ന്യായം ഉറപ്പായിട്ടും സംഭവിക്കും, ഇല്ലെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ദിവസം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ന്യായം ലഭിച്ചതായിട്ടുള്ള ന്യൂസ് നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കും നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. ഇവിടെ ഉറപ്പായിട്ടും ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നോട്ട് ചെയ്യാൻ സാധിക്കും. എപ്പോഴാണോ പാസ്റ്റിൽ ആ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വരുന്നത്, ഈ ഒരു ന്യായം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, എനിക്ക് ന്യായം കിട്ടുമെന്ന് നേരത്തെ എൻ്റെ അന്തരാത്മാവ് എന്നോട് പറഞ്ഞു, അത് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ന്യായം ലഭിച്ചതായിട്ട് എനിക്ക് എൻ്റെ കാതിൽ കേട്ടു. അപ്പോൾ അതേപോലെ നിങ്ങൾക്കിനി പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ എത്രത്തോളം വലുതാണ് എന്ന്. ഇതിനുശേഷം നിങ്ങളുടെ ഇൻറ്റ്യൂഷന് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ അന്തരാത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക, അതിനെ ഇഗ്നോർ ചെയ്യത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വെറുതെ ഉള്ള ഒരു ചിന്തയാണ് എന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ ഇഗ്നോർ ചെയ്യുകയാണ്. പക്ഷേ നവംബർ മന്ത് നിങ്ങൾ ഇഗ്നോർ ചെയ്യത്തില്ല. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ആ ഒരു നല്ല കാര്യം നടക്കുമെന്ന് ഇൻറ്റ്യൂഷൻ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുക. ചില കാര്യങ്ങളിൽ വലിയൊരു ലാഭം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയൊരു ഡീല് നിങ്ങൾക്ക് വലിയൊരു ലാഭം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ശരിയായ ഒരു സമയത്ത് ശരിയായ ഒരു സ്ഥലത്ത് ഉണ്ടാവുക, അങ്ങനെ അവർക്ക് അതിൽ നിന്ന് ലാഭം ലഭിക്കുക. ഇവിടെ കണ്ണടച്ച് 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. ഓം എന്ന് പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവേണ്ട ചക്ര നമ്മുടെ ആജ്ഞാചക്രയാണ്. ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നവംബർ മാസം നിങ്ങൾക്ക് ഇത്രമാത്രം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ ആരുടെയോ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിലൂടെ ധനലാഭം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബിസിനസ്സിൽ നല്ലൊരു ഗ്രോത്ത്, ജോബിൽ നല്ലൊരു പ്രമോഷൻ, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ജോബ് ഇല്ലാത്തവർക്ക് ജോബ് കിട്ടുന്നതായിട്ട് നല്ലൊരു ഓഫർ ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് ജോലി ലഭിക്കും. അപ്പോൾ നിങ്ങളുടെ ഹൃദയവും സന്തോഷിക്കും, ഞാൻ ഏത് രീതിയിലാണ് ഒരു കരിയർ ആഗ്രഹിച്ച ആ ഒരു കരിയർ എനിക്ക് ലഭിച്ചു എന്നുള്ള രീതിയിൽ. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാവം എന്താണെന്ന് നിങ്ങളുടെ സ്വന്തം ആൾക്കാർ മനസ്സിലാക്കും. മുന്നത്തെ ആ ഒരു ഇതാണെങ്കിൽ നിങ്ങളെ ആരും മനസ്സിലാക്കത്തില്ലായിരുന്നു. പക്ഷേ ഇനി നവംബർ മന്ത് നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കും.
ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ ചിന്തകളുണ്ട്. അത് കാരണം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ദൈവം. ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യം തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം മാറി ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരോ ഒരാൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നവംബർ മന്ത്. അപ്പോൾ നവംബർ മന്ത് നിങ്ങൾക്ക് ന്യായം ലഭിച്ചതായിട്ടുള്ള ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാനോ ഒന്നും പോവരുത്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എനിക്ക് ന്യായം ലഭിച്ചു ദൈവമേ എന്ന്. ഇവിടെ ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാതെ നിങ്ങളോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തു. പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് മനസ്സിലാവുകയും അവർക്ക് ഒരു ഗിൽറ്റ് തോന്നുകയാണ് നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന്. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളെ വളരെ മോശമായിട്ട് വിചാരിച്ചു, പക്ഷേ അവർക്ക് മനസ്സിലായി നിങ്ങൾ അങ്ങനെയുള്ള ആളല്ല എന്ന്. അങ്ങനെ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നവംബർ മന്ത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സത്യം എന്താണോ അത് അവരുടെ മുന്നിൽ വരികയും അവർക്ക് ഒരു ഗിൽറ്റ് തോന്നുകയും ചെയ്യും, നിങ്ങളെ തെറ്റിദ്ധരിച്ചല്ലോ എന്നാലോചിച്ച്. അതുകൂടാതെ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ടും പുറത്ത് വരും. അപ്പോൾ നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത്. പുതിയ അവസരങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ ബന്ധങ്ങൾ ഇതെല്ലാം നിങ്ങളെ തേടി വരും. നിങ്ങളുടെ റൊട്ടീൻ, നിങ്ങളുടെ ആ ഒരു വസ്ത്രം ധരിക്കുന്ന ആ ഒരു രീതി, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എല്ലാം മാറും. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കും. ഇതൊക്കെ ഈ ഒരു നവംബർ മന്ത് ചേഞ്ച് ആവുന്നതാണ്. ഒരു പുതിയ ജീവൻ നിങ്ങൾക്ക് ലഭിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഷോ ചെയ്യുന്നതായിട്ട് യൂണിവേഴ്സിനോട് ഈ നവംബർ മന്ത് അങ്ങനെ ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ സഡൻ ആയിട്ട് ഒരു അതിഥിയുടെ ഒരു ആഗമനം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ. പുതിയ ആൾക്കാർ, പുതിയ ബന്ധങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇതാണ് റീഡിംഗ്. ഈ ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.